അതാണ് ജനനം. മരണവും അതുപോലെ തന്നെ. ഈ ശരീരത്തിൽ നിന്ന് ജീവൻ പുറത്ത് കിടക്കുന്നു, മറ്റെവിടെയോ ചെന്ന് ജനിക്കുന്നു, വേറൊരു ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഈ ശരീരത്തിൽ നിന്ന് പുറത്ത് കടന്നാൽ അത് മരണം, ഒരു ശരീരത്തിൽ പ്രവേശിച്ചാൽ അത് ജനനം. ഈ പുറത്ത് കടന്നതും മറ്റൊരു ശരീരത്തിൽ പ്രവേശിച്ചതും ഒരേ ആൾ. അയാൾ എങ്ങനെയാണ് ഇല്ലാതിരുന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഉണ്ടാതിരുന്നിട്ട് ഇല്ലാതാവുക? മരണവുമില്ല, പുറപ്പുമില്ല, വാഴ്വും നരസുരരാതിയുമില്ല നാമരൂപം, മരുവിലമർന്ന മരീചി നീരുപോൽ നിൽപ്പൊരു പൊരുളാം, പൊരുളല്ല ഇതോർത്തിടേണം. മുന്നറിയിപ്പാണ്. ജനിക്കുന്നു മരിക്കുന്നു എന്നൊക്കെ പറയുന്നു, നമ്മൾ ആ വാക്കുകളൊക്കെ പ്രയോഗിക്കുന്നു ഭാഷയിൽ, ഒരർത്ഥവുമില്ല. ഇവിടെ ആരും ജനിക്കുന്നുമില്ല, ആരും മരിക്കുന്നുമില്ല. നജായതേ മ്രിയതേവാ കദാചിത് നായം ഭൂത്വാ ഭവിതാവാന ഭൂയഃ അജോ നിത്യശാശ്വതോയം പുരാണോ നഹന്യതേ ഹന്യമാനേ ശരീരേ. ശരീരം നശിപ്പിക്കപ്പെടുമ്പോൾ ആത്മാവ് നശിപ്പിക്കപ്പെടുന്നില്ല. ശരീരം പ്രത്യക്ഷപ്പെടുമ്പോൾ ആത്മാവ് ജനിക്കുന്നുമില്ല. ഉള്ളത് ശരീരത്തോടു കൂടി ശരീരത്തിൽ പ്രവേശിക്കുന്നു, ഉള്ളത് ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇവിടെ എന്ത് ജനനം, എന്ത് മരണം? എന്നാലും മരണം എന്നുള്ള വാക്ക് കേട്ടാൽ മനുഷ്യർക്ക് പേടിയാണ്. നിങ്ങളിനി 4 കൊല്ലം കൂടെ ജീവിച്ചിരിക്കൂ, മതി, ഒരാഴ്ച കൊണ്ട് അയാൾ മരിക്കും. നമ്മുടെ മരണം നമ്മുടെ അറിവിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുന്നത്. എന്ന് മരിക്കും എന്നുള്ളത് അറിയത്തില്ല. നമ്മൾ ചുമ്മാ പറയുന്ന ഒരു 75-80 പോവും. എൻ്റെ ഒരു ബന്ധുവുണ്ട്, ഞാൻ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, വളരെ അടുത്ത ബന്ധുവാണ്. അദ്ദേഹത്തിൻ്റെ ആയുസ് തീരുമാനിക്കുന്നത് എങ്ങനെയെന്നോ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ എത്ര വയസ്സിൽ മരിച്ചുപോയി, അമ്മ എത്ര വയസ്സിൽ മരിച്ചുപോയി, ഈ 2 വയസ്സുകളും കൂട്ടിയിട്ട് അതിൻ്റെ ശരാശരി എടുക്കുക, കൂട്ടിയിട്ട് പകുതി എടുക്കുക, അത്രയും കാലം ഞാൻ ജീവിച്ചിരിപ്പുണ്ടാകും. എന്ത് ഗ്യാരണ്ടി? അച്ഛൻ മരിച്ചത് 90-ൽ, അമ്മ മരിച്ചത് 80-ൽ. അപ്പോൾ 90, 80, 170, പകുതി എടുത്താൽ 85. ഞാൻ 85 വയസ്സ് ജീവിച്ചിരിക്കുന്നു. ഇത് എവിടുത്തെ നടക്കുക? ഇത് എന്ത് കൊട്ടത്താപ്പ് കണക്കാണിത്? അങ്ങനെയാണ് ആയുസ് തീരുമാനിക്കുന്നത്. ആയുസ് തീരുമാനിക്കുന്നത് പ്രാരബ്ധമാണ്. ഒരു ശരീരം രൂപപ്പെടുമ്പോൾ തന്നെ അത് എത്ര കാലം ഈ ഭൂമുഖത്തുണ്ടാവണം എന്ന് ഈശ്വരൻ തീരുമാനിച്ചു കഴിഞ്ഞു. ആ ആയുസ്സിനെ വർദ്ധിപ്പിക്കാനോ ആ ആയുസ്സിനെ കുറയ്ക്കാനോ മനുഷ്യർക്ക് സാധ്യമല്ല. മരിക്കാൻ കിടന്ന ആളാണ്, ഞാനാണ് രക്ഷിച്ചത് എന്ന് ഒരു ഡോക്ടർ വീമ്പ് പറയുന്നു. മരിക്കാൻ വിധിക്കപ്പെട്ട എത്രയോ ആളുകളുടെ ജീവൻ തനിക്ക് നിലനിർത്താൻ കഴിഞ്ഞില്ലല്ലോ. ICUവിലൊക്കെ കയറ്റിയതാണല്ലോ, വെന്റിലേറ്ററിലും കയറ്റിയതാണല്ലോ. എന്തുകൊണ്ട് അവർക്ക് ജീവൻ നൽകാൻ കഴിഞ്ഞില്ല? അവരുടെ ആയുസ് നിങ്ങൾക്ക് എന്തുകൊണ്ട് നീട്ടിക്കൊടുക്കാൻ കഴിഞ്ഞില്ല? അതെല്ലാം ഈശ്വരൻ്റെ കൈകളിൽ. എന്നാൽ അയാൾ ജീവിക്കുന്നതും ഈശ്വരൻ്റെ കൈകളിലാണ്. മരിക്കുമ്പം മാത്രം ഇറ്റ് ഈസ് ഹിസ് ഫേറ്റ്, അയാളുടെ ആയുസ് തീർന്നു. ജീവിക്കുന്നതും വിധിയല്ലേ? ജീവിക്കുന്നതും വിധിയാണ്. ജീവിതവും മരണവും തീരുമാനിക്കുന്നത് ജഗതീശ്വരനാണ്, അതാത് ജീവൻ്റെ കർമ്മഫലങ്ങൾക്കനുസരിച്ച്. അതുകൊണ്ട് നേരത്തെ ചത്തുപോവും, അല്ലെങ്കിൽ ഞാൻ വളരെ കാലം ജീവിച്ചിരിക്കും, ഇങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട. എത്ര കാലം നമ്മൾ ഇരിക്കാൻ വിധിക്കപ്പെട്ടിട്ടുണ്ടോ അത്രയും കാലം നമ്മൾ ജീവിക്കും. അതിനു മുമ്പ് കോവിഡല്ല, അതുപോലെയുള്ള മഹാമാരികൾ പലത് ഒരുമിച്ച് ആക്രമിച്ചാലും അതിനെയെല്ലാം നിങ്ങൾ അതിജീവിച്ച് നിങ്ങൾ ജീവിക്കും. ഇനി ആയുസ് തീർന്നവൻ എവിടെയെങ്കിലും ചരക്കടിച്ച് വന്ന് വീണ് തല പൊട്ടി ചാവാനും മതി. തമിഴിലെ ഒരു ചൊല്ലുണ്ട്, പനമരത്തും മേലെ ഇരുന്ന് കീഴെ വിഴുந்து செத்து போனவനും இல்லை, പുൽത്തടിക്ക് വിഴുந்து செத்து പോനവനും ഉണ്ട്. പുല്ലിൽ കാല് തട്ടി കമഴ്ന്ന് വീണ് ചത്തുപോയവരുമുണ്ട്, പനമരത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ വീണിട്ട് ചാകാത്തവരുമുണ്ട്. അപ്പോൾ എന്താ തീരുമാനിക്കുന്നത്? ഒരാളുടെ ആയുസ്സിനെ തീരുമാനിക്കുന്നത് ആരാണ്? അല്ലെങ്കിൽ എന്താണ്? ആ ശരീരത്തിൻ്റെ പ്രാരബ്ധം. അത് തീരുമാനിക്കുന്നത് ആരാണ്? അത് തീരുമാനിക്കാൻ ജീവന് അവകാശമില്ല.
അങ്ങനെ തീരുമാനിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതിനെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത്. അദ്ദേഹം നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടാറില്ല എന്നുള്ള സത്യം കൂടെ നിങ്ങൾ ദയവായി മനസ്സിലാക്കണം. നമ്മുടെ കാര്യങ്ങളിൽ അദ്ദേഹം ഇടപെടാറില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്ന സത്കർമ്മങ്ങളുടെയും ദുഷ്കർമ്മങ്ങളുടെയും ഫലം അതിനൊക്കെ അദ്ദേഹം അക്കൗണ്ട് വെച്ചിട്ടുണ്ട്. നീ എന്താ ലെഡ്ജർ അക്കൗണ്ട് ഓരോരുത്തർക്കും ഓരോ പേജ് വെച്ചിട്ടുണ്ട്. ഗോപാലകൃഷ്ണൻ, വാസുദേവൻ, രമേശ് എന്നൊക്കെ പറഞ്ഞ് ഓരോ പേജുണ്ട്. പ്രത്യേകം ലെഡ്ജർ അക്കൗണ്ട് എന്ന് പറയും. അക്കൗണ്ടൻസി പഠിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ലെഡ്ജർ ബുക്കിൽ ലെഡ്ജർ അക്കൗണ്ട് ഓരോ ജീവൻ്റെയും. അയ്യോ, ഇത്രയും കോടി ജീവന്മാരുണ്ടല്ലോ, അത്രയും കോടി പേജുകൾ അദ്ദേഹത്തിൻ്റെ ലെഡ്ജറിലുണ്ടെന്ന് കൂട്ടിക്കോളൂ. അദ്ദേഹത്തിന് അക്കൗണ്ട് ബുക്കൊന്നും വേണ്ട. സർവേശ്വരനാണ്, സർവശക്തനാണ്. അദ്ദേഹത്തിന് തെറ്റു പറ്റാറില്ല, പിഴവ് പറ്റാറില്ല. അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ പുസ്തകം കീറിക്കളഞ്ഞാൽ അപ്പം നമ്മുടെ കണക്കൊക്കെ നഷ്ടമാവുമല്ലോ എന്ന് അങ്ങനെയൊന്നും പുസ്തകത്തിലല്ല അദ്ദേഹം കുറിച്ച് വയ്ക്കുന്നത്. അഖണ്ഡമായ അറിവിൻ്റെ ഭണ്ഡാരമാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അതിൽ ഓരോ ജീവൻ്റെയും പുണ്യപാപങ്ങളുടെ കണക്കുണ്ടാവും. ആ പുണ്യപാപങ്ങൾക്കനുസരിച്ച് അദ്ദേഹം സുഖദുഃഖങ്ങളെ പ്രദാനം ചെയ്യുന്നു. സുഖവും ദുഃഖവും ജീവൻ്റെ കർമ്മഫലമാണ്. പക്ഷേ എപ്പോൾ എവിടെ ഞാൻ സുഖം അനുഭവിക്കണം, അതുപോലെ എപ്പോൾ എവിടെ ഞാൻ ദുഃഖം അനുഭവിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഈശ്വരനാണ്. കുറ്റം ചെയ്യാൻ ഒരു കുറ്റവാളിക്ക് കഴിയുന്നു. അയാൾ ഒരു കുറ്റകൃത്യം ചെയ്യുന്നു. വിധി നടപ്പിലാക്കുന്നത്, വിധി പ്രഖ്യാപിക്കുന്നത് ജഡ്ജാണ്. അയാളെ തൂക്കിക്കൊല്ലണോ, ജീവപര്യന്തം തടവ് വിധിക്കണോ, അത് ആ കുറ്റത്തിൻ്റെ ഗൗരവമനുസരിച്ച് ജഡ്ജ് തീരുമാനിക്കും. നിഷ്പക്ഷനായിരിക്കും ജഡ്ജ്. ഒരു ന്യായാധിപൻ നിഷ്പക്ഷമായി വേണം വിധി നടപ്പിലാക്കാൻ, അല്ലെങ്കിൽ വിധി പ്രഖ്യാപിക്കാൻ. ഇംപാർഷ്യാലിറ്റി. അപ്പോൾ സ്വന്തം ഭാര്യയോ അല്ലെങ്കിൽ സ്വന്തം കുട്ടികളോ പോലും ഒരു കുറ്റം ചെയ്താൽ ആ കുറ്റത്തിന് നിയമം നിർദ്ദേശിക്കുന്ന ശിക്ഷ ആ ന്യായാധിപൻ നൽകണം. എൻ്റെ ഭാര്യയാണ്, എൻ്റെ കുട്ടികളാണെന്ന് പറഞ്ഞിട്ട് ശിക്ഷയിൽ ഇളവ് ചെയ്യാനുള്ള അവകാശം ന്യായാധിപനില്ല. അങ്ങനെ ചെയ്താൽ അയാൾ ഒരു നിഷ്പക്ഷനായ ന്യായാധിപനല്ല എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് ഈ നീതി ദേവതയുടെ 2 കണ്ണും കെട്ടി, കറുത്ത തുണി കൊണ്ട് കെട്ടി, കയ്യിൽ ഒരു ഒരു ത്രാസ് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അതായത് അളന്ന് തൂക്കി നിയമം നിർദ്ദേശിക്കുന്ന രീതിയിൽ മുഖം നോക്കാതെ, അതാണ് ആ നിയമദേവതയുടെ കണ്ണ് കറുത്ത തുണി കൊണ്ട് കെട്ടിയിരിക്കുന്നത്. അതിപ്പോൾ നമ്മുടെ മോദി സർക്കാർ വന്നിട്ട് അത് മാറ്റി. ഈ കറുത്ത തുണി വേണ്ട. കറുത്ത തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതി ദേവത കാഴ്ചശക്തി ഇല്ലാത്തവളാണ് എന്നൊരർത്ഥവും വരുമല്ലോ. കണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ നീതി ദേവതയ്ക്ക് കൃത്യമായ ശിക്ഷ നൽകാൻ പറ്റില്ല. അതുകൊണ്ട് ആ നീതി ദേവതയെ ഒരു കുരുടിയാക്കി മാറ്റണ്ട എന്ന് വിചാരിച്ച് ആ കറുത്ത വസ്ത്രം അഴിച്ചു. ഇപ്പോൾ നമ്മുടെ നീതി ദേവത കണ്ണ് കെട്ടാത്ത നീതി ദേവതയാണ്. അപ്പോൾ ജീവൻ എന്ന് പറയുന്നത് ഈ കാമം, കർമ്മം, വാസന ഇവയ്ക്കനുസരിച്ച് തന്നെ ഒരു വ്യക്തിയായും ജനിക്കുന്നവനായും വളരുന്നവനായും മരിക്കുന്നവനായും സുഖിക്കുന്നവനായും ദുഃഖിക്കുന്നവനായും ഒക്കെ കരുതിക്കൊണ്ട് ജീവിക്കുന്നു. നമ്മുടെ ഉള്ളിൽ തന്നെ ആ ജീവഭാവമുണ്ട്. അതാണ് വാസ്തവത്തിൽ ജീവൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. തത്ര അന്തഃകരണാനാം ദീപവത് ബഹൂനാം മേളനെ ഏകത്വം ഉപജയശ്ച ഭവതി. അന്തഃകരണങ്ങൾ വിഭിന്നങ്ങളാണ്. ഒരേ ചൈതന്യമാണ് ഓരോ അന്തഃകരണങ്ങളിലും പ്രതിഫലിക്കുന്നത്. അന്തഃകരണങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. അതിനനുസരിച്ച് പ്രതിബിംബങ്ങളിലും ഏറ്റക്കുറച്ചിലുണ്ടാവും. അന്തഃകരണാനാം ദീപവത് ബഹൂനാം മേളനെ. പലതരം അന്തഃകരണങ്ങൾ സംയോജിക്കുന്നതിന് വിരോധമില്ല. അന്തഃകരണങ്ങൾ സംയോജിക്കുമ്പോൾ ജീവന്മാർ സംയോജിക്കുന്നത് പോലെ തോന്നും. ബാധ കൂടുന്നത്. മരിച്ചുപോയ ഒരാളുടെ പ്രേതാത്മാവ് ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ കയറുന്നു. ഒരു ശരീരത്തിൽ 2 വ്യക്തിത്വങ്ങൾ. ചില സമയത്ത്
മറ്റൊരാളെപ്പോലെ അയാൾ പ്രവർത്തിക്കുന്നു, ചില സമയത്ത് അയാളായിട്ട് അയാൾ നിൽക്കുന്നു. അപ്പോൾ അതെന്തുകൊണ്ട്? ദ്വന്ദ്വ വ്യക്തിത്വം, അത് ഒരു മാനസിക രോഗമാണ്. ഡ്യുവൽ പേഴ്സണാലിറ്റി എന്ന് പറയും. മണിച്ചിത്രത്താഴിലെ ശോഭനയ്ക്ക് അല്ലെങ്കിൽ ഗംഗയ്ക്ക് ഉണ്ടായിരുന്ന രോഗമാണ് ഡ്യുവൽ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി. ഈ മനസ്സെന്ന് പറയുന്നത് വല്ലാത്ത കുഴപ്പം പിടിച്ചതാണ്. ഇല്ലാത്തതാണെങ്കിൽ അവൻ വലിയ കുഴപ്പക്കാരനാണ്. അവനെ ഇല്ലാന്നറിയുക, അതേ ഉള്ളൂ അവൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം. അപ്പോൾ അനേകം ദീപങ്ങളെ, അതായത് കുറേ ദീപങ്ങൾ നമ്മൾ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ആ ദീപങ്ങളിൽ നിന്ന് കത്തുന്ന ആ തിരിയെല്ലാം കൂടെ ചേർത്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒറ്റ തിരിയായിട്ട് നിന്ന് ഒരു ദീപജ്വാലയായി കത്താറില്ലേ? അതുപോലെ അനേകം ജീവന്മാർ സമ്മേളിക്കാനുള്ള സാധ്യതയുണ്ട്. ഏകസ്യ ച യോഗദേവതാ പ്രസാദാദി നിമിത്തവശാത് യുഗപദ് വിരുദ്ധ അനേക ദേശഭോഗ്യ കർമ്മോദ്ഭവാത് ച അനേകഭാവോപി ഭവതി. നേരത്തെ ഒന്നായിരുന്ന വിപശ്ചിത്ത് നാലായി മാറി. അഗ്നിദേവൻ്റെ പ്രസാദം കൊണ്ട്, യോഗദേവതയുടെ പ്രസാദം കൊണ്ട് നാലായി മാറി ഒരേ വിപശ്ചിത്ത്. അങ്ങനെയാണ് 4 വിപശ്ചിത്തുകൾ ഉണ്ടായത്. ആ 4 വിപശ്ചിത്തുകളുടെയും അന്തഃകരണങ്ങൾ വ്യത്യസ്തങ്ങളായിരുന്നു. ജീവൻ ഒന്നാണെങ്കിലും ഒരേ അന്തഃകരണം 4ആയിട്ട് വിഭജിച്ചു. അപ്പോൾ 4 ശരീരങ്ങളിൽ പ്രകടമായി. ആ 4 വിപശ്ചിത്തുകൾക്കും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ. ഇപ്പോൾ ഒരു ജീവൻ എങ്ങനെ സ്പ്ലിറ്റായി 4ആയി എന്ന് ചോദിച്ചാൽ, ജീവൻ ഒന്നാണ്, പക്ഷേ അന്തഃകരണമാകുന്ന ഉപാധി സംയോജിക്കുകയും വിഭജിക്കുകയും ചെയ്യും. അപ്പോൾ ആ ഓരോ അന്തഃകരണത്തിലും ഈ ജീവൻ്റെ പ്രതിഫലനം ഉണ്ടാവും. ജീവൻ തന്നെ ബ്രഹ്മത്തിൻ്റെ പ്രതിഫലനമാണ്. ശരീരങ്ങൾ വ്യത്യസ്തങ്ങളാകുമ്പോൾ, ശരീരം വ്യത്യസ്തമാകാൻ കാരണം മനസ്സ് അല്ലെങ്കിൽ അന്തഃകരണം വ്യത്യസ്തമായതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ 4ആയിട്ട് വിഭജിക്കാനുള്ള സാധ്യതയുണ്ട്. യുഗപത് വിരുദ്ധ അനേക ദേശഭോഗ്യ കർമ്മ ഉദ്ഭവാത്. പല ദേശങ്ങളിൽ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ, ഭോഗങ്ങൾ അല്ലെങ്കിൽ സുഖമോ ദുഃഖമോ ഇവയൊക്കെ അവർ അനുഭവിച്ചു. അത് സാധ്യമാണ്, അവിടെ പൊരുത്തക്കേടൊന്നും ഇല്ല. തത്ര യഥാ ബഹൂനാം ജീവാന തുല്യദേശകാല ഭോഗ്യ സമാന കാമകർമ്മ വാസനോദ്ഭവ തഥാ തദ്ഭോഗായ മേളനെ ഏകജീവത്വമേവ ഭവതി. അനേകം ജീവന്മാർക്ക് ഒരേ ദേശത്തിലും ഒരേ കാലത്തിലും സമാനങ്ങളായ ഭോഗങ്ങൾ അനുഭവിക്കാനുള്ള തലവിധിയുണ്ടെങ്കിൽ അവരൊക്കെ ചേർന്ന് വരും. ഒരു സ്ഥലത്ത് സമ്മേളിച്ചവരെല്ലാവരും എന്തെങ്കിലും ഒരു സ്ഫോടനത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിപത്തിലൂടെയോ ഒരുപോലെ മരിച്ചു പോകുന്നു. അതെന്തുകൊണ്ട്? സമാനമായ കാമകർമ്മ വാസനകൾ ഉള്ളവരാണ്. അങ്ങനെയുള്ളവരാണ് ഒരുമിച്ച് കൂടുന്നത്. അത് കുടുംബമായാലും ശരി, സമ്മേളനങ്ങളായാലും ശരി. സമാന ചിന്താഗതിക്കാർ, ബേർഡ്സ് ഓഫ് ദ സെയിം ഫെദേഴ്സ് ഫ്ലോക്ക് ടുഗദർ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഒരേ തൂവൽ പക്ഷികൾ തമ്മിൽ ചേരും. ഒരേ ആഗ്രഹവും ഒരേ ഉദ്ദേശ ലക്ഷ്യങ്ങളും ഒരേ വാസനകളും ഒക്കെയുള്ള ജീവന്മാർ ഒരുമിച്ച് കൂടും. വെള്ളമടിക്കുന്നവർ ഒരു സംഘടനയുണ്ടാക്കും, അവർ ചേർന്ന് വെള്ളമടിക്കും. അമ്പലത്തിൽ ജപിക്കാനെത്തുന്നവർ അവരെല്ലാവരും ഒരു സെറ്റായിട്ടിരിക്കും. ഇങ്ങനെ സെറ്റായിട്ട് ഗ്രൂപ്പായിട്ടാണല്ലോ ഈ ലോകത്തെ ആളുകൾ കാണപ്പെടുന്നത്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സമാന ചിന്താഗതിയുള്ളവർ ഒത്തുകൂടും. അതുപോലെ തന്നെയാണ് ഈ ജീവന്മാരുടെയും കാര്യം. തദ്ഭോഗായ മേളനെ ഏകജീവത്വമേവ ഭവതി. അങ്ങനെ സമാന ധർമ്മങ്ങളുള്ള അന്തഃകരണങ്ങൾ സമ്മേളിച്ച് ഒറ്റ ജീവനായി പ്രകടമാകാനുള്ള സാധ്യതയുണ്ട്. വ്യത്യസ്തങ്ങളായ ജീവഭാവമാണ്, പക്ഷേ സമാനതകളുണ്ടെങ്കിൽ അങ്ങനെയുള്ള ജീവഭാവങ്ങളെല്ലാം ചേർന്ന് ഒരു ജീവനായി പ്രകടമാകാം. അതുപോലെ ഒരേ ജീവൻ 4ആയിട്ടോ അല്ലെങ്കിൽ മറ്റ് പലതായിട്ടും സ്പ്ലിറ്റ് ചെയ്യുന്നതിന് വിരോധമില്ല.
അവിടെ നമ്മുടെ യുക്തിയെ പ്രയോഗിക്കേണ്ട കാര്യമില്ല, അതിനുള്ള സാധ്യതയുണ്ട്. ഒന്നാണല്ലോ, എങ്ങനെയാണ് ജീവൻ പലതായി മാറുന്നത്, സ്പ്ലിറ്റ് ആവുന്നത്? അങ്ങനെ ചിന്തിക്കണ്ട എന്നാണ്. യാവത് വിരുദ്ധദേശ ഭോഗഹേതു കർമ്മോദ്ഭവം ലാഘവാത് ഏകമേവ ഭോഗായതനം ശരീരം സമ്പദ്യത. ഇതേതുപോലെ എന്ന് ചോദിച്ചാൽ, പല ദേശങ്ങളിൽ പല ഭോഗങ്ങൾക്ക് കാരണമാകുന്ന കർമ്മങ്ങളെല്ലാം ഒത്തുചേർന്ന് ഒരു ശരീരമായി പ്രകടമാകുന്നില്ലേ? അതുപോലെ അനേകം ജീവന്മാർക്കും ഒരേ ജീവനായി പ്രകടമാകാൻ കഴിയും. അതുപോലെ ഒരേ ജീവന് പല ജീവന്മാരായും പ്രകടമാകാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഈ ഒരു വിഭജിത്ത് 4 വിഭജിത്തുകളായി മാറുന്നതിൽ യുക്തിരാഹിത്യമൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. അതിന് കുറേ ഉദാഹരണങ്ങൾ പറയുകയാണ്. യഥാ യുധിഷ്ഠിരജീവോ ധർമ്മസ്യ ഇന്ദ്രസ്യ ച മേളനേന ഏകോ ജീവ. യുധിഷ്ഠിരൻ എന്നുള്ള വ്യക്തി പഞ്ചപാണ്ഡവരിൽ മൂത്തവനാണ്. ധർമ്മപുത്രർ അല്ലെങ്കിൽ യുധിഷ്ഠിരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ യുധിഷ്ഠിരൻ യമധർമ്മൻ്റെ മകനാണ്. ധർമ്മപുത്രർ, ധർമ്മത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് യമനാണ്. അല്ല, മനുഷ്യൻ്റെ ജീവൻ അപഹരിക്കുന്ന അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് ധർമ്മദേവൻ എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ, അയാളുടെ കൃത്യം അയാൾ ഭംഗിയായി നിർവഹിക്കും. ഒരാൾക്ക് കുറച്ച് എക്സ്റ്റൻഷൻ, അയ്യോ മകളുടെ കല്യാണമാണ് നാളെ, അവൻ ഇന്ന് മരിക്കാനുള്ള തലവിധിയാണുള്ളത്, പാവം മകളുടെ കല്യാണം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ അവൻ്റെ ജീവൻ എടുക്കാം എന്നൊന്നും തീരുമാനിച്ചാൽ പറ്റില്ല. ഇദ്ദേഹത്തിന് ആയുസ് നീട്ടിക്കൊടുക്കാനോ ആയുസ് തീരുന്നതിന് മുൻപേ ജീവൻ അപഹരിക്കാനോ ഉള്ള കഴിവില്ല. അപ്പോൾ അയാളുടെ ഡ്യൂട്ടിയിൽ അയാൾ വളരെ കൃത്യമായിരിക്കും. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ധർമ്മദേവൻ എന്ന് പറയുന്നത്. ഹീസ് ഡ്യൂട്ടി ബൗണ്ട്. അദ്ദേഹത്തിന് കൃത്യ വിലോപം എന്നുള്ളത് ഒരിക്കലും സംഭവിക്കത്തില്ല. 12 മണിക്ക് തിരുവനന്തപുരത്ത് ഒരാളുടെ ജീവൻ എടുത്തിട്ട് 12 അടിച്ച് 10 സെക്കൻഡ് കഴിയുമ്പോൾ ന്യൂയോർക്കിലുള്ള ഒരാളുടെ ജീവൻ എടുക്കേണ്ടി വരും. ഓടി നടക്കുന്നു മരണദേവൻ എന്നാണ്. മൃത്യുർധാവതി പഞ്ചമയിതി. അദ്ദേഹത്തിന് റെസ്റ്റേ ഇല്ല. ലോകത്തിലെ ജീവികൾ ഇങ്ങനെ മരിച്ചുകൊണ്ടേയിരിക്കും. ഓരോരുത്തരും ഭൂമണ്ഡലത്തിൻ്റെ ഓരോ ഭാഗത്താണ്. അവരുടെയൊക്കെ ജീവൻ കൃത്യസമയത്ത് ചെന്ന് എടുക്കണമെങ്കിൽ എത്ര വേഗത്തിൽ സഞ്ചരിച്ചാലാണ് അത് സാധ്യമാവുക? നല്ല വേഗതയുണ്ട്. പോത്തിൻ്റെ പുറത്ത് കയറി വരുന്നു എന്നാണ്. സാധാരണ പോത്തിന് ഇങ്ങനെ ലോകം മുഴുവനൊന്നും ഓടി നടക്കാനൊന്നും പറ്റത്തില്ല. വേറെന്തോ സൂപ്പർ സാധനമുണ്ട്, അതിൽ കയറിയാണ് ധർമ്മദേവൻ്റെ യാത്ര. അപ്പോൾ ഈ യുധിഷ്ഠിരൻ വാസ്തവത്തിൽ യമധർമ്മൻ്റെ മകനാണ്. പക്ഷേ അങ്ങനെയല്ല ശാസ്ത്രങ്ങൾ പറയുന്നത്. യമധർമ്മൻ്റെയും ഇന്ദ്രൻ്റെയും 2 പേരുടെ അംശവും യുധിഷ്ഠിരനിലുണ്ടെന്നാണ്. കാരണം ദേവന്മാരുടെ അധിപൻ ദേവേന്ദ്രനാണല്ലോ. അപ്പോൾ യമധർമ്മൻ്റെ മകനായിട്ടാണ് യുധിഷ്ഠിരൻ പറയപ്പെടുന്നത് എങ്കിലും വാസ്തവത്തിൽ യുധിഷ്ഠിരൻ ധർമ്മദേവൻ്റെയും ഇന്ദ്രൻ്റെയും മേളനം ചേർച്ച കൊണ്ടുണ്ടായ ഒരു ജീവനാണ്. അതുപോലെ യഥാവ ഭീമസ്യ വായുവിന്ദ്രയോർ മേളനേന ഏകോ ജീവ. വായുവിൻ്റെ മകനാണ് ഭീമസേനൻ. പക്ഷേ വായുവിൻ്റെ മാത്രമല്ല, വായുവിൻ്റെ അംശവും ഇന്ദ്രൻ്റെ അംശവും ഈ ഓരോ ദേവൻ്റെ മകനായി പറയുമ്പോഴും അവിടെയൊക്കെ ദേവേന്ദ്രൻ്റെ അംശവും ആ വ്യക്തിയിൽ കലർന്നിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ധർമ്മദേവൻ്റെയും ഇന്ദ്രൻ്റെയും മേളനം കൊണ്ടുണ്ടായ ജീവനാണ് യുധിഷ്ഠിരൻ. അതുപോലെ വായുവിൻ്റെയും ഇന്ദ്രൻ്റെയും മേളനം ചേർച്ച കൊണ്ടുണ്ടായ ആളാണ് ഭീമസേനൻ. യഥാവ അർജുനജീവോ ദ്വയോരിന്ദ്രയോർ നരസ്യ ച മേളനേന ഏകഃ. ഇന്ദ്രനും നരനും, ആ 2 പേരുടെ, നരൻ ഇന്ദ്രൻ്റെ മകനാണ്, വാസ്തവത്തിൽ അർജുനൻ ദേവേന്ദ്രൻ്റെ മകനാണ്. പക്ഷേ ഇന്ദ്രൻ്റെയും നരൻ എന്നു പേരായ ഒരു ദേവൻ്റെയും സമ്മേളനം കൊണ്ടാണ് അർജുനൻ ജനിച്ചത്. യഥാവ നകുല സഹദേവയോരിന്ദ്രസ്യാശ്വിനോശ്ച മേളനേന ഏകോ ജീവ. നകുലനും സഹദേവനും മാദ്രിയുടെ പുത്രന്മാരാണ്, കുന്തിദേവിയുടെ പുത്രന്മാരാണ്. യുധിഷ്ഠിരൻ
ഭീമൻ, അർജുനൻ. അവസാനമുള്ള അനിയന്മാർ, അവസാനത്തെ 2 കുഞ്ഞുങ്ങൾ നകുലനും സഹദേവനും, അവർ 2 പേരും അശ്വിനി ദേവന്മാരുടെ കുമാരന്മാരാണ്. അശ്വിനി ദേവന്മാർ എന്ന് പറഞ്ഞാൽ ഇരട്ടക്കുട്ടികളാണ്, കണ്ട ഒരുപോലെ ഇരിക്കും. ദേവലോകത്തെ വൈദ്യന്മാരാണ് അശ്വിനി ദേവന്മാർ. ആ ഓരോ അശ്വിനി ദേവൻ്റെയും അനുഗ്രഹം കൊണ്ട് മാദ്രിയിൽ ജനിച്ചവരാണ് ഈ നകുലനും സഹദേവനും. അവിടെയും അശ്വിനി ദേവന്മാരുടെ അംശത്തോടൊപ്പം ഇന്ദ്രസ്യ അശ്വിനോശ്ച മേളന്, അവിടെയും ഇന്ദ്രൻ്റെ ഒരംശം കലരുന്നുണ്ട്. ഇങ്ങനെ ഈ പഞ്ചപാണ്ഡവന്മാർ 5 പേരും സമ്മേളനം കൊണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ദേവന്മാരുടെ അംശങ്ങൾ യോജിച്ചതുകൊണ്ട് ഉണ്ടായവരാണ്. പഞ്ചേന്ദ്രോപാഖ്യാനാദി പര്യാലോചനേ പ്രസിദ്ധ. പഞ്ചേന്ദ്രോപാഖ്യാനം എന്നൊരു കഥ, ഉപാഖ്യാനം എന്ന് പറഞ്ഞാൽ കഥ, 5 ഇന്ദ്രന്മാരുടെ കഥ. അങ്ങനെ ഒരു കഥയുണ്ട്. ആ 5 ഇന്ദ്രന്മാർ, അത് ഈ ദ്രൗപദിയുടെ കഥ പൂർവ്വചരിത്രമാണെന്ന് തോന്നുന്നു. അങ്ങനെ 5 ഇന്ദ്രന്മാർ, ഇന്ദ്രനെ 5 പ്രാവശ്യം വരിച്ചു എന്നാണ്. അതുകൊണ്ട് ദ്രൗപദിക്ക് അടുത്ത ജന്മത്തിൽ 5 ഭർത്താക്കന്മാരെ കിട്ടിയെന്ന്. 5 പ്രാവശ്യം ഇന്ദ്രനെ വരിച്ചു, പഞ്ചേന്ദ്രന്മാരെ. അങ്ങനെ ഒരു കഥ പറയുന്നുണ്ട്. ദ്രൗപദ്യാശ്ച നാരായണീ ലക്ഷ്മി ഗൗര്യംശമേളനേന ഏകോ ജീവ. ഈ ദ്രൗപദി തന്നെ നാരായണി അല്ലെങ്കിൽ മഹാലക്ഷ്മി അല്ല, നാരായണീ ദേവിയുടെയും ലക്ഷ്മീ ദേവിയുടെയും ഗൗരി ദേവിയുടെയും അംശങ്ങൾ ചേർന്ന് ഉണ്ടായ ഒരു അവതാരമാണ് ഈ ദ്രൗപദി, പാഞ്ചാലി. അങ്ങനെ 3 ദേവിമാരുടെ ശക്തികൾ ദ്രൗപദിയിൽ സമ്മേളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സാധ്യമാണ്. പഞ്ചേന്ദ്രോപാഖ്യാനാദി പര്യാലോചനേ പ്രസിദ്ധ. ഈ കാര്യമൊക്കെ പഞ്ചേന്ദ്രോപാഖ്യാനം എന്നുള്ള കഥയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യഥാവാ അഗ്നേർ വായോശ്ച ഇന്ദ്രശാപാദ് അഗസ്ത്യാവതാരോ മേളനേന ഏകോ ജീവ ഇത്യാദ്യൂഹ്യം. ഇനി അഗസ്ത്യ മഹർഷിയുടെ കാര്യം. ഈ അഗസ്ത്യ മഹർഷി അഗ്നിക്കും വായുവിനും, ആ 2 ദേവന്മാരെ ഇന്ദ്രൻ ശപിച്ചു. അഗ്നിയുടെ അംശവും വായുവിൻ്റെ അംശവും ചേർന്നുണ്ടായ ഋഷിയാണ് അഗസ്ത്യ ഋഷി. അതെങ്ങനെ 2 ദേവന്മാരുടെ അംശവും കലർന്ന് ഒരു ഋഷിയായി പ്രകടമാവുന്നു എന്ന് ചോദിച്ചാൽ അത് സാധ്യമാണ്. അങ്ങനെയുള്ള കഥകൾ നമ്മുടെ പുരാണങ്ങളിൽ കാണാനുണ്ട്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ജീവന്മാർ സമ്മേളിക്കുമോ, യോജിക്കുമോ, സംയോജിക്കുമോ, ഒരേ ജീവൻ പലതായി വിഭജിക്കുമോ, എല്ലാം സാധ്യമാണ്. എല്ലാം മനസ്സാണ് അല്ലെങ്കിൽ മനസ്സുകൾ, അന്തഃകരണങ്ങളാകുന്ന ഉപാധികൾ സമ്മേളിക്കുന്നതിനും വിഭജിക്കുന്നതിനും വിരോധമില്ല. അത് സ്ഥാപിക്കാൻ വേണ്ടിയാണ് വ്യാഖ്യാതാവ് ഇത്രയേറെ വിവരിക്കുന്നത്. ഏകസ്യ ജീവസ്യ അനേകധോപാധി വിഭാഗേ അനേക ജീവതാപി. ഒരേ ജീവൻ പല ഉപാധികളിൽ പ്രതിഫലിച്ച് പല ജീവന്മാരായി മാറുന്നതിനും വിരോധമില്ല. ഇന്ദ്രഹന്താരം പുത്രം കശ്യപാത് ഗർഭേ പ്രാപ്യ അശുചിത്വേന സുപ്തായ ദിദേരേകജീവൈക ശരീരകസ്യ ഗർഭസ്യ ഇന്ദ്രേണ പ്രഥമം സപ്തധാ ഛേദനെ സപ്തജീവാഹ തത ഏകൈകസ്യ സപ്തധാ ഛേദനെ ജാതാനാം ഏകോന പഞ്ചാശൻ മരുതാം ഏകോന പഞ്ചാശജ്ജീവാ സമ്പന്നാഹ. വേറൊരു കഥ പറയുകയാണ്. എന്താണ് ആ കഥ എന്ന് ചോദിച്ചാൽ, ഇന്ദ്രഹന്താരം പുത്രം കശ്യപാത് ഗർഭേ പ്രാപ്യ. ഇന്ദ്രനെ കൊല്ലാൻ കഴിവുള്ള ഒരു മകനെ കശ്യപനിൽ നിന്ന് ദിതി, കശ്യപൻ്റെ പത്നിയാണ് ദിതി, അസുരമാതാവാണ്. അസുരമാതാവായ ദിതി ഇന്ദ്രനെ കൊല്ലാൻ കഴിവുള്ള ഒരു പുത്രനെ കശ്യപനിൽ നിന്നും ഗർഭത്തിൽ സ്വീകരിച്ച് അങ്ങനെ ഒരു അശുദ്ധി അവർക്ക് സംഭവിച്ചു. ഇന്ദ്രനെ കൊല്ലാനുള്ള ഒരു മകൻ വേണമെന്ന കാരണം ഈ അസുരന്മാരാണല്ലോ എപ്പോഴും അടികൊണ്ട് ഓടുന്നത്. ദേവന്മാർക്ക് അമൃത് കിട്ടി, അസുരന്മാർക്ക് അമൃത് കിട്ടിയില്ല, പാവങ്ങൾ.
അസുരന്മാരെ ഈ ദേവന്മാർ കൊല്ലുമ്പോൾ അസുരഗുരുവായ ശുക്രാചാര്യരാണ് അവരെ വീണ്ടും വീണ്ടും ജീവിപ്പിച്ച് വിടുന്നത്. അപ്പോൾ പാവങ്ങൾക്ക് അമൃതപാനവും കിട്ടിയില്ല, അടി കൊണ്ട് ഓടാനാണ് അവന്മാരുടെ തലവിധി. അതുകൊണ്ട് ഇന്ദ്രനെ കൊല്ലാൻ ശക്തിയുള്ള ഒരു മകൻ വേണം എന്ന് കശ്യപനോട്, ഭർത്താവായ കശ്യപനോട് ദിതി ചോദിച്ചിരിക്കാം. കഥ എന്താണെന്നറിയില്ല. എന്തായാലും അങ്ങനെ ഒരു കുഞ്ഞിനെ ഗർഭത്തിൽ ധരിച്ചു. ദിതേരേകജീവ ഏകശരീരകസ്യ, അങ്ങനെ ഇന്ദ്രനെ കൊല്ലാൻ കഴിവുള്ള ഒരു ജീവൻ ഒരു ശരീരത്തോടുകൂടി ദിതിയുടെ ഗർഭകോശത്തിൽ വളരാൻ തുടങ്ങി. ഇത് ഇന്ദ്രൻ അറിഞ്ഞു. തന്നെ കൊല്ലാൻ ഒരു മകൻ ജനിക്കുന്നു. കശ്യപന് 2 ഭാര്യമാരാണ്, ദിതിയും അതിഥിയും. അതിഥിയിൽ ജനിച്ച കുട്ടികളാണ് ദേവന്മാർ, ദിതിയുടെ പുത്രന്മാരാണ് ദൈത്യന്മാർ അല്ലെങ്കിൽ അസുരന്മാർ. ഇപ്പം തന്നെ കൊല്ലാൻ ഒരു മകൻ ദിതിയുടെ ഗർഭകോശത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു എന്നറിഞ്ഞിട്ട് ഇന്ദ്രൻ എന്ത് ചെയ്തു? ഇന്ദ്രേണ പ്രഥമം സപ്തധാച്ഛേദനെ, ആ ഗർഭത്തിലുള്ള ആ ഭ്രൂണത്തെ ഇന്ദ്രൻ ഗർഭത്തിൽ പ്രവേശിച്ച് അവിടെ തന്നെ ആ ഭ്രൂണത്തെ 7 കഷണങ്ങളാക്കി വിഭജിച്ചു. ഇനി എങ്ങനെയാണ് വളരുന്നതെന്ന് കാണട്ടെ. ഗർഭത്തെ കഷ്ണം കഷ്ണമാക്കി. അങ്ങനെ 7ആയി ആ ഭ്രൂണം വിഭജിക്കപ്പെട്ടു. പക്ഷേ എന്താ സംഭവിച്ചത്? 7 കഷ്ണങ്ങളായി ആ മാംസപിണ്ഡത്തെ ഛേദിച്ചപ്പോൾ 7 ശിശുക്കളായി മാറി, 7 ജീവന്മാരായി മാറി. അതെങ്ങനെ? ഒരു ശരീരം, ഒരു മാംസപിണ്ഡത്തിൽ ഒരു ജീവനല്ലേ ഉണ്ടാവാൻ പാടുള്ളൂ. അതിനെ 7 തുണ്ടാക്കി മുറിച്ചപ്പോൾ 7 ജീവന്മാരായി. ഇത് കണ്ടപ്പോൾ ഇന്ദ്രൻ്റെ ആധി വർദ്ധിച്ചു. അയാൾ എന്ത് ചെയ്തു? ആ ഓരോ കഷണത്തെയും വീണ്ടും 7ആയി വിഭജിച്ചു. അപ്പോൾ ആ ഓരോന്നും 7 ജീവന്മാരായി മാറി. മൊത്തം ഇപ്പം 49 ജീവന്മാരായി. 7 7 49. ഒന്നായിരുന്ന ഗർഭപിണ്ഡത്തെ 7ആയി വിഭജിച്ചു. അപ്പോൾ 7 ജീവനായി മാറി. ആ ഓരോ ജീവനെയും മണ്ടനായ ഇന്ദ്രൻ ഒന്നിനെ മുറിച്ചപ്പോൾ 7 എണ്ണമായി. 7ഉം ഈ മണ്ണര അങ്ങനെയാണ്. മണ്ണരയെ മുറിച്ച് കഴിഞ്ഞാൽ ഓരോ കഷണവും പ്രത്യേകമായി ഓരോ മണ്ണരയായി മാറുമെന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് സത്യമാണോ എന്നുള്ളതൊന്നും അറിയില്ല. ശരിയാണോ അത്? മണ്ണരയെ നമ്മൾ 10 കഷ്ണങ്ങളാക്കി മുറിച്ചാൽ 10 മണ്ണരയായിട്ട് അത് ചാവത്തില്ല. ഒന്നിനെ കൊല്ലാനായി നമ്മൾ ശ്രമിക്കുമ്പോൾ 10 എണ്ണമാകും. രക്തബീജനെ പോലെയാണ്. രക്തബീജാസുരൻ്റെ ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000കണക്കിന് രക്തബീജന്മാരുണ്ടാവും. അതാണ് നമ്മുടെ വിപ്ലവവാക്യം. ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 പേര് ഉയരുന്നു. എന്ത് 1000 പേര്? ഒരുത്തൻ ചത്തുപോയാൽ തീർന്നു. നമ്മൾ രക്തബീജന്മാരൊന്നും അല്ലല്ലോ. ഓരോ തുള്ളി ചോരയിൽ നിന്നും രക്തബീജനെ പോലെയുള്ള അത്രയും വീര്യവും ശക്തിയും ഒക്കെയുള്ള 1000 അസുരന്മാർ. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, ആ രക്തം ഭൂമിയിൽ പതിക്കണം. അതുകൊണ്ട് മഹിഷാസുരമർദ്ദിനി എന്ത് ചെയ്തു? ആ രക്തം വീഴുന്നതിന് മുമ്പേ തന്നെ രക്തബീജൻ്റെ രക്തത്തെ ഒരു കലശത്തിൽ, ഒരു കുടത്തിൽ സ്വീകരിച്ച് അതിനെ കുടിച്ചു കളഞ്ഞു. ഭൂമിയിൽ വീണാലേ 1000 അസുരന്മാർ ഓരോ തുള്ളിയിൽ നിന്നും ഉയരുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ കഥയുണ്ട്. അങ്ങനെ 49 ജീവന്മാരായി മാറി. ആ 49 ജീവന്മാരെയാണ് മരുത്തുക്കൾ എന്ന് പറയുന്നത്. അത് ദേവന്മാരിൽ ഒരു വിഭാഗമാണ് മരുത്തുക്കൾ. ഇന്ദ്രനെ കൊല്ലാൻ വേണ്ടി ആണ് ദിതി ആ കുഞ്ഞിനെ കശ്യപനിൽ നിന്നും സ്വീകരിച്ചത്, ഗർഭത്തിൽ ധരിച്ചത്. പക്ഷേ അതിനെ ആദ്യം 7ആയിട്ട് വിഭജിച്ചു ഇന്ദ്രൻ. പിന്നെ ഓരോന്നിനെയും വീണ്ടും 7ആയിട്ട് വിഭജിച്ചു. അങ്ങനെ 49 ജീവന്മാരുണ്ടായി. അവരെയാണ് മരുത്തുക്കൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണം, വട ഇക്ഷു ദൂർവാദീനാം ച കാണ്ഡശാഖാരുഹാം പ്രതിശാഖം പ്രതികാണ്ഡം ച പ്രരോഹേണ ജീവനദർശനാത് ഏകസ്യ നാനാജീവാത്മനൗപാധികോ വിഭാഗശ്ച പ്രസിദ്ധതരയേവ. ഈ ലോകത്തിൽ തന്നെ ഒന്നിനെ മുറിച്ചാൽ ആ മുറിക്കപ്പെട്ടത് മറ്റൊരു ജീവനായി, പ്രത്യേകം ഒരു ജീവനായി വളരുന്നത് നമുക്ക് കാണാം. ഈ ബാക്ടീരിയ എങ്ങനെയാണ് പെരുകുന്നത്? ആദ്യം ഒരു ബാക്ടീരിയ ഉണ്ടാവും, അത് 2ആയി വിഭജിക്കും. ആ ഓരോന്നും വീണ്ടും 2ആയി വിഭജിക്കും. ഇങ്ങനെ 2, 4, 8, 16, 32, 64. ആദ്യം ഉണ്ടായിരുന്നത് ഒരു ബാക്ടീരിയയാണ്. അപ്പോൾ അത് വിഭജിക്കുമ്പോൾ പുതിയ പുതിയ ബാക്ടീരിയകൾ ഉണ്ടാവുകയാണ്.
അപ്പോൾ ഒരേ ജീവൻ തന്നെ അനേകം ജീവന്മാരായി വിഭജിക്കപ്പെടുന്നു എന്നുള്ള കാര്യം ശാസ്ത്രം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഇനി ശാസ്ത്രം ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും വട ഇക്ഷു ദൂർവാദീനാം, വടവൃക്ഷം എന്ന് പറഞ്ഞാൽ പേരാല്, അല്ലാതെ വട ഉണ്ടാക്കുന്ന വൃക്ഷമല്ല, വട തൂങ്ങിക്കിടക്കുന്ന വൃക്ഷമല്ല, അങ്ങനെയുള്ള വട മനുഷ്യരുണ്ടാക്കുന്നതാണ്. വടവൃക്ഷം, പേരാൽ. ഈ പേരാല് എന്ന് പറയുന്നത് മരം ഒന്നാണ്, ഒരു ജീവനാണ്. പക്ഷെ അതിൽ നിന്നും അനേകം വിത്തുകൾ ഉണ്ടാകുന്നുണ്ടല്ലോ. ആ വിത്തുകൾ ഓരോന്നും മുളച്ച് ഓരോ വടവൃക്ഷമായി മാറുന്നില്ലേ? അപ്പോൾ ഒരു ജീവൻ തന്നെ പല ജീവന്മാരായി മാറുന്നതിന് അതൊരു ഉദാഹരണമാണ്. ഇനി ഇക്ഷു എന്ന് പറഞ്ഞാൽ കരിമ്പിൻ്റെ ഓരോ മുട്ടിയും പ്രത്യേകമായി കട്ട് ചെയ്ത് നട്ട് കഴിഞ്ഞാൽ ഓരോന്നും ഓരോ കരിമ്പായിട്ട് വളരും. അവിടെയും ഒരേ ജീവൻ പല ജീവന്മാരായി മാറുന്നില്ലേ? തീർന്നില്ല. പുല്ല് ഇങ്ങനെ നമ്മൾ അതിന് സ്പ്ലിറ്റ് ചെയ്ത് പല കഷണങ്ങളാക്കി നട്ട് കഴിഞ്ഞാൽ ഓരോന്നും ഓരോ പുല്ലായിട്ട് പടർന്ന് പന്തലിക്കുക. അങ്ങനെയാണ് പുല്ല് ഇത് ചെയ്യുന്നത്. നമ്മൾ പുല്ലിനെ 2-3 കഷ്ണങ്ങളാക്കി അതിൻ്റെ വേരിൽ വെച്ച് വെട്ടിയിട്ട് പല കഷണങ്ങളാക്കി ഓരോന്നിനെ ഓരോ സ്ഥലത്ത് നട്ട് കഴിഞ്ഞാൽ ഓരോ സസ്യവും സ്വതന്ത്ര സസ്യമായി വളരും. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ലോകത്തിൽ കാണാൻ പറ്റുന്നുണ്ട് ഒരേ ജീവൻ തന്നെ പലതായി മാറുന്നത്. മുരിങ്ങ മരത്തിൻ്റെ കമ്പ് വെട്ടി വെച്ച് കഴിഞ്ഞാൽ ഓരോന്നും ഓരോ സ്വതന്ത്ര സസ്യമായി വളരുന്നു. ഇതെങ്ങനെ? മുരിങ്ങ മരത്തിന് ഒരു ജീവനല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ശാഖകൾ മുറിച്ച് നടാറുണ്ട്. അതുപോലെ ചിലതിൻ്റെ ഇല ഇങ്ങനെ നുള്ളി മണ്ണിലിട്ട് കഴിഞ്ഞാൽ അത് പൊടിക്കും. അപ്പോൾ ഒരേ ജീവൻ പല ജീവന്മാരായി മാറുന്ന സന്ദർഭങ്ങൾ ഈ ലോകത്തിൽ നമുക്ക് പല സ്ഥലങ്ങളിലും കാണാം. അതുപോലെ അതായത് കാണ്ഡത്തിൽ നിന്നും ശാഖയിൽ നിന്നും ഒക്കെ പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ജീവന ദർശനാത് അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നത് കൊണ്ട് നാനാ ജീവാത്മന ഔപാധികോ വിഭാഗശ്ച പ്രസിദ്ധതരയേവ. ഉപാധിയിലാണ് വ്യത്യാസം. ഓരോ കാണ്ഡം അല്ലെങ്കിൽ ഓരോ ചില്ല മുറിച്ച് നമ്മൾ നടുമ്പോൾ അത് സ്വതന്ത്ര സസ്യമായിട്ടോ മരമായിട്ടോ ഒക്കെ ആയിട്ട് വളരുന്നു. ഇത് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. ഇത്തം ച, ഇതുപോലെ പ്രകൃതേവി, ഈ വിപശ്ചിത്തുക്കളുടെ കാര്യത്തിലും ചതുർണാം ജീവാനാം യാവത് സമാന കാമ കർമ്മോദ്ഭവേ ഏകദേഹതയാ രാജ്യപരിപാലനം. 4 ജീവന്മാരാണ് ആദ്യം ഒറ്റ വിപശ്ചിത്തായി രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത്. പിന്നീടാണ് ആ വിപശ്ചിത്ത് ഹോമകുണ്ഡത്തിലൂടെ 4 ശരീരങ്ങളായി പ്രകടമായത്. ആദ്യമേ തന്നെ ഉണ്ടായിരുന്ന ആ വിപശ്ചിത്തിൻ്റെ ഉള്ളിൽ 4 ജീവന്മാരുണ്ടായിരുന്നു എന്നാണ് വ്യാഖ്യാതാവ് പറയുന്നത്. അതുകൊണ്ട് അവർ പിന്നീട് 4ആയി വിഭജിച്ചു. ആദ്യം രാജ്യം ഒരു ശരീരമായി ഇരുന്നു കൊണ്ട് ഒരു വിപശ്ചിത്ത് രാജ്യം ഭരിച്ചു. വിരുദ്ധ ഭിന്ന ദേശഭോഗ്യ കർമാദ്യുദ്ഭവേച്ച. പക്ഷേ ആ 4 ജീവന്മാർക്കും വിരുദ്ധങ്ങളായ കാമകർമ്മ വാസനകളൊക്കെ ഉണ്ടായിരുന്നു. അവർ ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളിൽ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളെ അനുഭവിച്ചു. വിരുദ്ധ ഭിന്നദേശ ഭോഗ്യ കർമാദ്യുദ്ഭവേച്ച ദേഹാദി വിഭാഗേന. ശരീരങ്ങൾ പലത്, 4 ശരീരങ്ങളായി. ഓരോ ശരീരങ്ങളിൽ ഇരുന്നു കൊണ്ട് ഓരോ വിപശ്ചിത്തിനും വ്യത്യസ്തമായ അനുഭവങ്ങളെ അനുഭവിക്കാൻ കഴിഞ്ഞു. ദിഗന്തര പ്രസർപ്പണമിതി കൽപ്പനേവ. അതുകൊണ്ടാണ് 4 പേരും 4 ദിക്കുകളിലേക്ക് യാത്രയായത്. അവരുടെ ഉള്ളിലുള്ള വാസനകൾ ഒന്നായിരുന്നുവെങ്കിൽ 4 ദിക്കിലേക്ക് പോവില്ലായിരുന്നു. ദിഗന്തര പ്രസർപ്പണമിതി കൽപ്പനേവ ഏകസ്യൈവ വിപശ്ചിത് ജീവസ്യ ഉപാധി വിഭാഗേന മരുദ്വത് ചതുർജീവഭാവോ ഭൂതിതി കൽപ്പനേവ ഏകമുക്തൗ ന സർവമുക്തി പ്രസംഗഃ. ഇങ്ങനെ 4 ജീവന്മാർ ചേർന്ന് നിൽക്കുമ്പോഴാണ് ആദ്യത്തെ ആ വിപശ്ചിത്ത് ഉണ്ടായത്. പിന്നീട് 4ആയി ആ വിപശ്ചിത്ത് തന്നെ വിഭജിച്ചു. അപ്പോൾ നേരത്തെ പറഞ്ഞ മരുത്തുക്കളുടെ കഥയിലെന്ന പോലെ 49 മരുത്തുക്കൾ എന്ന് പറഞ്ഞില്ലേ, ആ കഥയിലെന്ന പോലെ 4 ജീവന്മാരായി ഇവർ മാറി. ഒന്നായിരുന്ന ആ വിപശ്ചിത്ത്
അങ്ങനെ നാലായി വിഭജിച്ചപ്പോൾ 4 പേരുടെയും വാസനകൾ, കർമ്മങ്ങൾ, ആഗ്രഹങ്ങൾ, ഇഷ്ടാനിഷ്ടങ്ങൾ ഇവ വിഭിന്നങ്ങളായിരുന്നു. അതിൽ ഒരു ജീവൻ, പടിഞ്ഞാറോട്ട് പോയ ജീവൻ മുക്തനായി, കിഴക്കോട്ട് പോയ ജീവൻ ചന്ദ്രനെ ധ്യാനിച്ച് ചന്ദ്രമണ്ഡലത്തിൽ വാസമുറപ്പിച്ചു. അതുകൊണ്ട് അങ്ങനെ വസിഷ്ഠ മഹർഷി പറഞ്ഞതിൽ അപാകതയൊന്നുമില്ല. ഇറ്റ് ഈസ് ക്വൈറ്റ് പോസിബിൾ. അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു വിപശ്ചിത്ത് മുക്തനായപ്പോൾ എല്ലാവരും മുക്തന്മാരായില്ല എന്ന് പറഞ്ഞതിൽ യുക്തിഭംഗമൊന്നും ഇല്ല. നച ബഹൂനാം മേളനേന ഏകജീവാരംഭേ തസ്യാഭിനവസ്യ കർമ്മ അഭാവാത് സംസാര അനുപപത്തി. അനേകം ജീവന്മാർ ചേർന്ന് ഒരു ജീവനായി മാറുമ്പോൾ പുതിയ കർമ്മവാസനകളൊന്നും അവിടെ ഉണ്ടാവുന്നില്ല. ആ വാസനകൾ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു ആ ശരീരത്തിലിരുന്നു കൊണ്ട്. ആരംഭവാദേന അഭിനവ ജീവോത്പത്തി അനഭ്യുപഗമാത്. പല ജീവന്മാർ ഇങ്ങനെ ചേർന്ന് ഒരു ജീവനാകുമ്പോൾ ആ പല ജീവന്മാരുടെ വാസനകളെല്ലാം കൂടെ ചേർന്ന് ഒരു ഒറ്റ വാസനയായി ആ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു. അതിനൊരു ഉദാഹരണം പറയുകയാണ്. ആരംഭവാദേന അഭിനവ ജീവോത്പത്തി അനഭ്യുപഗമാത്. 4 ജീവന്മാർ ചേർന്ന് ഒരു ജീവനാകുമ്പോൾ അവിടെ പുതിയ ഒരു ജീവനല്ല ഉണ്ടാവുന്നത്. 4 വ്യത്യസ്ത ജീവന്മാരുടെ വാസനകൾ ആ ജീവനിൽ സമ്മേളിക്കുകയാണ് ചെയ്യുന്നത്. ഏതുപോലെ? ഗംഗാ യമുനയോർ മേളനേനൈക്യാപത്താവപ്യഭിനവ ഗംഗോത്പത്തി ബുദ്ധി അഭാവേന സൈവേയം ഗംഗേതി പ്രത്യഭിജ്ഞയാ ദ്വയോരപ്യേക ഗംഗാത്മനാവസ്ഥാനവത് അനാദിജീവയോരേവ ഐക്യേന അവസ്ഥാനേ ബാധകാഭാവാത്. ഗംഗയും യമുനയും സംഗമിക്കുന്ന ഒരു സ്ഥലം. എവിടെയാണ് സംഗമിക്കുന്നത്? പ്രയാഗിൽ. ഗംഗ, യമുന അന്തർവാഹിനിയായി സരസ്വതി നദിയും അവിടെ എത്തിച്ചേരുന്നു എന്നാണ്. ഭൂമിയുടെ അടിയിലൂടെ സരസ്വതി നദിയും അവിടെ എത്തുന്നു. അതുകൊണ്ടാണ് അതിന് ത്രിവേണി സംഗമം എന്ന് പറയുന്നത്. 3 നദികൾ സമ്മേളിക്കുന്ന സ്ഥലമാണ്. പക്ഷേ നമുക്ക് നോക്കിയാൽ പുറമേ ഗംഗയും യമുനയും മാത്രമേ അവിടെ സംഗമിക്കുന്നുള്ളൂ. അന്തർവാഹിനിയായിട്ടാണ് സരസ്വതി നദി അവിടെ എത്തുന്നത്. ഇപ്പോൾ ഈ ഗംഗയും യമുനയും സംഗമിക്കുന്ന ആ സംഗമഘട്ടത്തിൽ ഐക്യാപത്തവും ആ 2 നദികൾ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഗംഗ, യമുന എന്നുള്ള വേർതിരിവില്ല. ഗംഗാജലവും യമുനാജലവും ചേർന്ന് കഴിഞ്ഞു. ഏകഗംഗാത്മന യമുന ഗംഗയിൽ ലയിച്ച് ഒറ്റ ഗംഗയായി മാറുന്നു. 2 നദികൾ ചേരുന്നുണ്ടെങ്കിലും അതിൽ ഗംഗയാണ് വലിയ നദി. അതുകൊണ്ട് യമുന ഗംഗയിൽ കലരുന്നു, ഗംഗയിൽ ചേരുന്നു. ഇപ്പോൾ ഒറ്റ ഗംഗയേ ഉള്ളൂ. 2 ഗംഗയുണ്ടെന്ന് ആരും കരുതുന്നില്ല. ഏകഗംഗോത്പത്തി ബുദ്ധി അഭാവേന. 2ഉം കൂടെ ചേർന്നിട്ട് പുതിയ ഒരു ഗംഗാനദി ഉണ്ടാകുന്നു എന്ന് ആരും കരുതുന്നില്ല. യമുന ഗംഗയിൽ ലയിച്ചു. മറ്റു പാർട്ടികൾ ലയിക്കുന്നില്ലേ? ലയിച്ചു കഴിഞ്ഞാൽ ഏത് പാർട്ടിയിലാണോ ഒരു പാർട്ടി ലയിക്കുന്നത് അത് മാത്രമേ ബാക്കി ഉണ്ടാവൂ. ലയിച്ചു ചേർന്ന പാർട്ടി അപ്രത്യക്ഷമാകും. എപ്പോഴും അങ്ങനെയാണ്. അതുകൊണ്ട് ഏതിൽ ലയിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഏതിലാണോ ഒന്ന് ലയിക്കുന്നത് അത് മാത്രമേ അവസാനം ഉണ്ടാകത്തുള്ളൂ. ഈ ലയിച്ച് ചേർന്നത് പിന്നെ ഉണ്ടാകത്തില്ല. അത് വായിച്ചു. സൈവേയം ഗംഗേതി. ഇതുപോലെ ദ്വയോരപ്യേക ഗംഗാത്മനാവസ്ഥാനം, യമുന ഗംഗ എന്നുള്ള വ്യത്യാസമില്ലാതെ ഒറ്റ ഗംഗയായി വ്യവഹരിക്കപ്പെടുന്നത് പോലെ അവസ്ഥാനവത് അനാദിജീവയോരൈക്യേന. ജീവന്മാർ 2 ജീവന്മാരുണ്ട്, 2ഉം അനാദിയാണ്. പക്ഷേ സമാന വാസനകൾ അല്ലെങ്കിൽ സമാന സ്വഭാവങ്ങളോട് കൂടിയ ആ ജീവന്മാർ ചേർന്ന് ഒരു ജീവനായി പ്രകടമാകാം. അനാദിജീവയോരേവ ഐക്യേന അവസ്ഥാനെ ബാധകാഭാവത. അങ്ങനെ അവ ചേർന്ന് ഒരു ജീവനായി പ്രകടമാകുന്നതിൽ
ദോഷമൊന്നുമില്ല. ഉപാധിദ്വയസ്യ മേളനേന ഐക്യേ ഉപഹിതേപി മേളനൈക്യസ്യ സർവപ്രത്യയ സിദ്ധത്വാത്. ഉപാധികൾ അല്ലെങ്കിൽ അന്തഃകരണങ്ങൾ, വാസനകൾ, അവിടെയാണ് വ്യത്യാസം. അത് സംയോജിക്കുന്നു, രണ്ട് വാസനകൾ സംയോജിക്കുന്നു. എന്നിട്ട് ഒരു ജീവനായി, ഒരു ജീവനിലൂടെ ആ വാസനകൾ പ്രകടമാകുന്നു. അങ്ങനെ ഒന്നായി രണ്ട് ജീവന്മാർ ചേർന്നാലും ആ വാസനകൾ ആ ജീവനിലൂടെ പ്രകടമാകുന്നു. അത് തികച്ചും സാധ്യമാണ്. ഏകത്വേനാപി പ്രാക്തന കർമ്മഭോഗ സംഭവാത്. ചേർന്ന് രണ്ട് ജീവന്മാർ സംയോജിച്ചു കഴിഞ്ഞാൽ ഒരു ജീവൻ്റെ വാസന പ്രത്യേകമായി നിൽക്കുകയില്ല, അത് മറ്റേതുമായിട്ട് മിക്സായി കഴിഞ്ഞു. ഇപ്പം രണ്ട് വാസനകളുടെയും ഒരു മിശ്രിതം, അതാണ് പിന്നെ ആ ഒരു ജീവനിലൂടെ പ്രകടമാവുന്നത്. ഏവം ഏകസ്യ ചതുർജീവഭാവേ. ഇതുപോലെ ഒന്നായിരുന്ന വിഭജിത്ത് 4 ജീവനായി അല്ലെങ്കിൽ 4 വിഭജിത്തുകളായി മാറിയപ്പോൾ പ്രത്യഭിജ്ഞയാ ചതുർണാമപി പ്രാക്തന ജീവാദ് അഭേദേന, ആ 4 വിഭജിത്തുകൾക്കും നേരത്തെ നമ്മൾ ഒന്നായ വിഭജിത്തായിരുന്നു, ഒരു വിഭജിത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു വിഭജിത്താണ് ഇങ്ങനെ 4ആയി പ്രകടമായത് എന്നുള്ള സ്മൃതി, ഓർമ്മ അവർക്കുണ്ടായിരുന്നു. അവർ 4 പേരും വ്യത്യസ്തരാണ് എന്ന് അവർ കരുതിയില്ല. പക്ഷേ അവർക്ക് ഉണ്ടായത് വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ്. കാരണം അവരുടെ ആ വാസനകൾ വ്യത്യസ്തങ്ങളായിരുന്നു. ഒരേ ജീവൻ 4ആയി വിഭജിക്കുകയാണ് അവിടെ ചെയ്തത്. ചതുർണാമപി പ്രാക്തന ജീവാദ് അഭേദേന, ആദ്യം ഉണ്ടായിരുന്ന വിഭജ്യത്തിൽ നിന്ന് വേറിട്ടവരല്ല ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ 4 വിഭജ്യത്തുകളും. തദ്ഗത കാമകർമ്മ വാസനാരാശീനാം ചതുർധാ വിഭാഗേന വ്യവസ്ഥിതേ. ആ വിഭജ്യത്തിന് അവിദ്യയുടെ വ്യാപ്തി എത്രയുണ്ട് എന്നറിയാൻ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹം ആ വിഭജ്യത്ത് 4ആയി വിഭജിക്കപ്പെട്ടപ്പോഴും അവരുടെ ഉള്ളിൽ ആ ആഗ്രഹം ബാക്കി നിന്നു. അങ്ങനെയാണ് 4 പേരും അവിദ്യയുടെ അന്തം കാണാനായി യാത്രയായത്. ആദ്യം ഉണ്ടായിരുന്ന വിഭജ്യത്തിൻ്റെ ഉള്ളിൽ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ഈ അവിദ്യയുടെ അന്തം എത്ര കണ്ട് അത് വ്യാപിച്ചിട്ടുണ്ട് എന്നറിയണം. ആ വിചാരം ഈ വ്യത്യസ്തരായി പ്രകടമായ വിഭജിത്തുകളുടെ ഉള്ളിലും ആ സ്വഭാവം കാണപ്പെട്ടു. ചതുർധാ വിഭാഗേന വ്യവസ്ഥിതേ സംസരണോത്പത്തി തത്ര ഏകസ്യ തദ്ഗത കാമകർമ്മ വാസനാരാശീനാം. ആ ആദ്യം ഉണ്ടായിരുന്ന വിഭജ്യത്തിൻ്റെ കാമവും കർമ്മവും വാസനകളുമൊക്കെ ഈ 4 പേരുടെയും ഉള്ളിൽ കാണപ്പെട്ടു. അത് തുടർന്ന് നിലനിന്നു. അങ്ങനെ 4ആയി വിഭജിക്കപ്പെട്ടപ്പോഴും ചതുർധാ വിഭാഗേന വ്യവസ്ഥിതേ സംസരണോപപത്തി, അവർ 4 പേരും പുനർജനിച്ചു, പല ജന്മങ്ങളിലൂടെ അവർ കടന്നുപോയി. പക്ഷേ തത്ര ഏകസ്യ മുക്താവപി, അതിൽ ഒരാൾ മോക്ഷം നേടി. പടിഞ്ഞാറ് ദിക്കിലേക്ക് പോയ ആൾ ഉണ്ണിക്കണ്ണനിൽ നിന്നും തത്വോപദേശം നേടി മുക്തനായി. അങ്ങനെ മുക്തനായപ്പോൾ അപരസ്യ ജ്ഞാന അഭാവാത്, ആ അറിവ് ആ വിഭജ്യത്തിന് മാത്രമേ ലഭിച്ചുള്ളൂ. അതുകൊണ്ട് ആ ജീവൻ മാത്രം മുക്തനായി. മറ്റ് 3 വിഭജ്യത്തുകളും സംസാരബന്ധത്തിൽ തുടർന്നു. അവർ മോക്ഷം നേടാതെ സംസാരത്തിൽ തന്നെ സ്ഥിതി ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് അങ്ങനെ പറയുന്നതിൽ അപാകതയൊന്നുമില്ല. കാരണം മറ്റു 3 പേർക്കും ജ്ഞാനം കിട്ടിയില്ല. ജ്ഞാനം കിട്ടിയ ആ വിഭജ്യത്ത് മാത്രം മുക്തനായി തീർന്നു. നചൈവം മുക്തിഫലസ്യ പാക്ഷികത്വ പരിച്ഛിന്നത്വയോഹോ പ്രസംഗ. അതുകൊണ്ട് മോക്ഷം ഒരേ ജീവൻ്റെ അംശമായ ഒരാൾക്ക് മോക്ഷം ലഭിച്ചു, മറ്റു 3 പേർക്കും മോക്ഷം ലഭിച്ചില്ല എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നില്ല. ആർക്കാണോ ജ്ഞാനം ലഭിച്ചത്, ഏത് മനസ്സ് ആ മനസ്സുമായി ആ അന്ധഃകരണവുമായി താതാത്മ്യപ്പെട്ട് നിൽക്കുന്ന ഒരു ജീവനാണ്
തത്വോപദേശം ലഭിച്ചത്. അതുകൊണ്ട് ആ ജീവൻ, ആ വിപശ്ചിത്ത് മാത്രം മുക്തനായി, മറ്റുള്ളവർ ബന്ധനത്തിൽ തുടർന്നു. വ്യഷ്ടിജീവാനാം മുക്താവപി സമഷ്ടി ഹിരണ്യഗർഭജീവസ്യ അധികാരാന്തേ മുക്തിവത് ഉപപത്തേ. ഇതിനെ തന്നെ വേറൊരു രീതിയിൽ പറയുന്നു. വ്യഷ്ടിജീവന്മാർ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ കാണപ്പെടുന്ന വേറെ വേറെയായി കാണപ്പെടുന്ന പല ജ്ഞാനികൾ. ഈ ജ്ഞാനികളുടെ എല്ലാം ഒരു സമാഹാരമാണ് ഹിരണ്യഗർഭൻ അഥവാ ബ്രഹ്മദേവൻ. അദ്ദേഹത്തെ സമഷ്ടി ജീവൻ എന്നാണ് പറയുന്നത്. വ്യഷ്ടിജീവന്മാരുടെ സമാഹാരമാണ് സമഷ്ടി ജീവൻ. ഈ വ്യഷ്ടിജീവന്മാരിൽ ചിലർ നമ്മളെപ്പോലെ ഈ തത്വബോധമൊക്കെ കുറേ ഉറപ്പിച്ച് കുറേ ജീവന്മാർ മുക്തരാകുമ്പോൾ സമഷ്ടി ജീവന് മോക്ഷം ലഭിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രാരബ്ധം തീരുന്നത് വരെ അദ്ദേഹം ഈ ലോകത്തെ സംരക്ഷിച്ചു കൊണ്ടിരിക്കും, ഈ ജീവന്മാരെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ അംശങ്ങളായ ജീവന്മാരിൽ ചിലർ മുക്തരാകുമ്പോൾ സമഷ്ടി ജീവൻ മോക്ഷം നേടുന്നില്ല. അപ്പോൾ അതൊക്കെ തികച്ചും യുക്തിസഹമാണ്. അദ്ദേഹത്തിൻ്റെ ആ പ്രാരബ്ധം, ആ സമഷ്ടി ജീവൻ്റെ പ്രാരബ്ധം തീരുന്നത് വരെ അദ്ദേഹം മുക്തനാകാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ തന്നെ സൃഷ്ടിയിലുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ അംശങ്ങളായിരിക്കുന്ന വ്യഷ്ടിജീവന്മാരിൽ ചിലർ മോക്ഷം നേടി പോയിട്ടുണ്ടാവും. പക്ഷേ സമഷ്ടി ജീവൻ അങ്ങനെ തന്നെ ഉണ്ടാവും. അങ്ങനെയൊക്കെ സാധ്യമാണ്. നചൈവം മുക്തിഫലസ്യ പാക്ഷിക അത് വായിച്ചു. വ്യഷ്ടിജീവാനാം മുക്താവപി സമഷ്ടി ഹിരണ്യഗർഭജീവസ്യ അധികാരാന്തേ മുക്തിവത് ഉപവത്തേ. ആ സമഷ്ടി ജീവനായ ഹിരണ്യഗർഭൻ അല്ലെങ്കിൽ ബ്രഹ്മദേവൻ്റെ പ്രാരബ്ധം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആയുസ് തീരാതെ അദ്ദേഹത്തിന് മോക്ഷം ലഭിക്കുകയില്ല. നാളെ ഒരു അരമണിക്കൂർ കൊണ്ട് ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നമുക്ക് പൂർത്തിയാക്കാം. എന്നിട്ട് അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം.